ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇതേ സമയം രാവിലെ 5:45 ഞങ്ങൾ ഇന്നൊരു ചെറിയൊരു ദൂരയാത്രയ്ക്ക് പോവാണ്. ചേലക്കര പള്ളിയിലേക്കാണ് പോണത്. അവിടെ ഒരു വഴിപാടുണ്ടായിരുന്നു പപ്പയ്ക്ക്. അപ്പോൾ അത് നടത്താനായിട്ട് ഡേറ്റ് കിട്ടിയിരിക്കുന്നത്, കൂട്ട് നടത്താനായിട്ട് ഡേറ്റ് കിട്ടിയിരിക്കുന്നത് ഞങ്ങൾക്ക് ഈ ഞായറാഴ്ചയായിരുന്നു, സൺഡേ ആയിരുന്നു. അപ്പോൾ ഇതേ മമ്മി രാവിലത്തെ ഫുഡിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്. ഇതേ ഒരാളെ ഏൽപ്പിച്ചു, അവളെ ബ്രഷ് ചെയ്യാനായിട്ട് പറഞ്ഞു വിട്ടു. മമ്മി രാവിലത്തെ ഫുഡിനൊക്കെ കഴിഞ്ഞ് പണികൾ കഴിഞ്ഞിട്ട് വേണം പോകാനായിട്ട്. എല്ലാവർക്കും ഫുഡൊക്കെ കഴിക്കാനായിട്ട് റെഡിയാക്കണം. ഞാനത് ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. എന്നിട്ട് വേണം ബാക്കി രണ്ടാളതിനും കൂടി വിളിച്ചേൽപ്പിച്ച് റെഡിയാക്കാനായിട്ട്. നെയ്തൽ അതായത് തന്നെ ബ്രഷ് ചെയ്തു, കുളിയൊക്കെ കഴിഞ്ഞത് ഞാൻ മുടിയൊക്കെ കെട്ടി കൊടുത്തു. ഐലൈനറൊക്കെ എഴുതി കൊടുത്ത് കണ്ണ് അടച്ചിരിക്കാൻ പറയാണ്. അനിയൻ ഡ്രസ്സൊക്കെ എടുത്ത് സെറ്റാവാണ്. അതേ മമ്മി പപ്പയ്ക്കുള്ള കുളികളൊക്കെ എടുത്ത് സെറ്റ് ചെയ്യണം. നേതമോൾക്ക് ഞാൻ ഇഡ്ഡലി വെച്ച് കൊടുത്ത് വേഗം കഴിക്കുമെന്ന് പറഞ്ഞ് വെച്ച് കൊടുത്തൊക്കെയാണ്. അത് അവനും കഴിക്കുകയാണ്. കുടുവിൻ്റെ എല്ലാ മേക്കപ്പും കാര്യങ്ങളും ഡ്രസ്സിങ്ങും ഒക്കെ കഴിഞ്ഞ് അവൻ റെഡിയായി. അപ്പോൾ അവൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ അവൻ ഒരു പ്രാവശ്യം നടന്നിട്ട് വന്നു കേട്ടോ. രാവിലെയും വൈകിട്ടും നടക്കാറുണ്ട്. അപ്പോൾ രാവിലത്തെ നടത്തം കഴിഞ്ഞിട്ട് വന്നു. ഞാൻ തലേദിവസം തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിള്ളേർക്ക് ഇടാനുള്ള ഡ്രസ്സും എല്ലാതും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെയൊക്കെ ഡ്രസ്സിങ് കഴിഞ്ഞ് ഞാൻ ഡ്രസ്സ് ചെയ്ത് മേക്കപ്പ് ചെയ്യാണ്. അപ്പോൾ അവന് കുടുവിന് ചെരുപ്പൊക്കെ ഇട്ട് കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞ് ഇതെല്ലാവരും റെഡിയായി ഡ്രസ്സൊക്കെ ചെയ്ത് പോവാനായിട്ട് എല്ലാവരും റെഡിയായി. മമ്മിയും പിള്ളേരൊക്കെ ഇറങ്ങാണ്. അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പപ്പ കാറിൽ കയറി, കൂടും കാറിൽ കയറി ഇരിപ്പായിട്ടുണ്ട്. അവൻ എവിടേക്ക് പോയാലും അനിയൻ ലേറ്റായിട്ട് ഇറങ്ങുള്ളൂ. അപ്പോൾ പപ്പയ്ക്ക് ഇതേ ചെറുതായിട്ട് ദേഷ്യമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. പോണ വഴിയൊക്കെ നല്ല രസമാണ് കേട്ടോ. മലകളും ഈ കല്ലിൻ്റെ ഇതൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു വഴി. നല്ല മഴ കിട്ടുമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ തുടങ്ങിയത്. പക്ഷെ മഴയൊന്നും അങ്ങനെ പെയ്തില്ല. ചെറുതായിട്ട് ചാറി നിൽക്കുന്നുണ്ടായിരുന്നെങ്കിലും വലിയ കാര്യമായിട്ട് മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി. അവിടെ 7:30 ആണ് കുർബാനയ്ക്ക് മുമ്പ് നമുക്ക് എത്താൻ പറ്റിയില്ലെങ്കിലും എത്താവുന്ന രീതിയിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. ഒരാൾ എടുത്തു കഴിഞ്ഞാൽ ഒരാൾ പറയാം എന്നെ എടുത്തില്ല. ഇതാണ് കേട്ടോ പള്ളി, ചേലക്കര പള്ളി, യാക്കോബിറ്റിൻ്റെ പള്ളിയാണ്. മമ്മിയുടെ വീട് ഇവിടെയാണ്. പഴയന്നൂരായിരുന്നു പണ്ട് മമ്മിയുടെ വീട്. അപ്പോൾ എല്ലാ കൊല്ലം വരാറുണ്ട് മനുഷ്യരുടെ കുർബാന ചിലക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അതായത് അച്ഛനും പിള്ളേരൊക്കെ കൂടി മെഴുതിരി കത്തിക്കുകയാണ്. അവിടെ നിന്ന് കഞ്ഞിയുണ്ട് കേട്ടോ. ഊട്ട് പപ്പയെ പ്രാവശ്യത്തെ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ കഞ്ഞി എല്ലാവരും കുടിച്ചു. കുടുവിനും ഭയങ്കര ഇഷ്ടമായിട്ട് കഞ്ഞി മുതിര കൂട്ടാനായിരുന്നു. പപ്പ കുടിച്ചു കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും കഞ്ഞി കുടിക്കലാണ്. ഇത് റോമൻ പള്ളിയല്ല കേട്ടോ, യാക്കോബിറ്റിൻ്റെ പള്ളിയാണ്. മമ്മിയുടെ വീടും മമ്മിയുടെ ആൾക്കാരൊക്കെ ഇവിടെയാണ്. അപ്പോൾ മമ്മി എല്ലാ കൊല്ലം വരാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പപ്പ പറഞ്ഞു എന്നാൽ മലമ്പുഴ ഡാം കാണാൻ പോയാലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മലമ്പുഴയിലെത്തി. കുടുവിന് എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൾ എടുക്കുകയാണ് കുറച്ച് നേരം. അത് കഴിഞ്ഞ് ഞങ്ങൾ റോപ്പ് വേയിലൊന്ന് കയറി. റോപ്പ് വേയിൽ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഒരു പേടി ഉണ്ടായിരുന്നു, എന്നാലും നല്ല സന്തോഷമായിട്ട് കയറാനായിട്ടൊക്കെ പറ്റി. വലിയ പേടിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല. താഴേക്ക് നോക്കുമ്പോൾ ചെറുതായിട്ടൊന്നും നമുക്ക് പേടിയാവും, പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. മമ്മിയും നേതമോളും പോകണു. ഞങ്ങളും മമ്മിയുടെ അവരുടെ ഫ്രണ്ടിലുണ്ടായിരുന്നു ഞങ്ങൾ. മൊബൈലൊക്കെ ഒന്ന് എടുക്കുമ്പോൾ എനിക്ക് പേടിയായിരുന്നു, താഴത്തേക്ക് എങ്ങനെ പോയാലോ എന്ന് വെച്ചിട്ട്. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല രസത്തിൽ പോകാൻ പറ്റി. താഴെ കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പൂന്തോട്ടം കുറേ ഇങ്ങനെ പരന്ന് കിടക്കുന്ന സ്ഥലമാണ്. നല്ല ചെടികളും നിറയെ പൂക്കളും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഇതിപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ എൻട്രൻസാണ്, മലമ്പുഴ ഡാമിൻ്റെ എൻട്രൻസ്. ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ കയറി. ഉള്ളൊക്കെ നല്ല നീറ്റ് തന്നെയാണ്. നല്ല രസത്തിൽ നമുക്ക് ആസ്വദിച്ച് നടക്കാനായിട്ട് പറ്റും. ഞങ്ങളിങ്ങനെ നടക്കുമ്പോൾ ചെറിയ മഴ തൂളുന്നുണ്ടായിരുന്നു, ചെറിയൊരു മഴ. പിന്നെ വെയിൽ ഉദിക്കും, മഴ പെയ്യും. അല്ലാണ്ട് കാര്യമായിട്ട് മഴ പെയ്യുക അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇതാണ് റോപ്പ് വേ. ഇത് അവിടെ 20 മിനിറ്റാണ് നമുക്ക് ടൈം കേട്ടോ. അതങ്ങനെ പോയി വളഞ്ഞ് അവിടെ തന്നെ നമ്മളെ കയറിയെടുത്ത് തന്നെ നമ്മളെ ഇറക്കും. നല്ല രസമുണ്ടായിരുന്നു. പപ്പയും പ്രിൻസും ഇപ്പോൾ പോണ കാണാം കേട്ടോ. പപ്പയും പ്രിൻസും ഞങ്ങളുടെ ഫ്രണ്ടിലുണ്ടായിരുന്നു. അവർ ഫ്രണ്ടിൽ ഇപ്പോൾ പോണ കാണാം. പപ്പയും പ്രിൻസും അവരാണ് പോണത്. പപ്പയും പ്രിൻസും പപ്പവും കുടുവിനും ടാറ്റൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുത്തെ പാർക്കിൽ കയറി. പാർക്കിലത്തെ
റൈഡുകളൊക്കെ ഇത്തിരി കേടായി തുടങ്ങിയിട്ടുണ്ട്. മഴയൊക്കെ പെയ്ത് സൂക്ഷിക്കാനാണെന്ന് തോന്നുന്നു, കുറേ കേടായി തുടങ്ങിയിട്ടുണ്ട്. കുറച്ചൊക്കെ അവിടെ എൻജോയ് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ ഡാമിൻ്റെ ടോപ്പിലേക്ക് പോയി. സ്റ്റെപ്പ് കയറി ഇത്തിരി വയ്യാണ്ടായി എങ്കിലും അവിടുത്തെ സീനറി സൂപ്പറായിരുന്നു കേട്ടോ. മലകളും വെള്ളം അങ്ങനെ പരന്ന് കിടക്കണമെന്നും ഡാം തുറന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ നല്ല സീനറി ആയിരുന്നു, സൂപ്പർ. ഫോട്ടോസൊക്കെ കുറച്ച് ഞങ്ങൾ എടുത്തു. നമ്മുടെ പിള്ളേർക്കൊക്കെ ഇത്തിരി ക്ഷീണമായി, നടന്ന് വയ്യാണ്ടായി, എന്നാലും എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് യക്ഷി പാർക്ക് കാണാനാണ് കേട്ടോ. യക്ഷി പാർക്ക് കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ നൂൽപ്പാലത്തമ്മ കയറി യക്ഷി പാർക്ക് കാട്ടിയെടുത്തു. പിള്ളേരൊന്ന് ബിൽഡപ്പ് ചെയ്ത് പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇത് യക്ഷിയാണ് പിന്നാലെ വരും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇത്തിരി ബിൽഡപ്പ് കൊടുത്ത് പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞങ്ങൾ നൂൽപ്പാലത്തെ കയറി. പണ്ടത്തെ പോലെ മമ്മി പറയും, മമ്മി പണ്ട് സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ, അല്ല സ്കൂളിൽ നിന്ന് ടൂറ് പോയപ്പോൾ ഈ നൂൽപ്പാലം എത്തുമ്പോൾ കയറിയിട്ട് ആൾക്കാരെ ആട്ടും പേടിയാവുന്നൊക്കെ. ഇപ്പം അങ്ങനെ പേടിക്കാനുള്ളതൊന്നുമില്ല, അവരതൊക്കെ അതിൻ്റേതായ രീതിയിലാണ് പുനർനിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ അവിടെ ഒരു കേടായ ഒരു തീവണ്ടി ഉണ്ടായിരുന്നു, അതിൽ കുറച്ച് നേരം പിള്ളേരൊക്കെ ഇരുന്ന് കളിച്ചു. കുടു ഡ്രൈവറുടെ പോലെയൊന്നും ചേച്ചിമാർ ഇതേ ബാക്കിലിരുന്ന് കളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഊണ് കഴിക്കാനൊക്കെ പോയിരുന്നു, അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. അവിടെ ഇത്തിരി ക്രൗഡഡ് ആയിരുന്നു, അപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കണതൊക്കെ ആയ കാരണം എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അതേ ഞങ്ങളുടെ മലമ്പുഴ ഡാം യാത്രയും കഴിഞ്ഞു. എല്ലാവരും ക്ഷീണിച്ചു. അപ്പോൾ അതേ ഞാൻ കുടുവിനെടുത്ത് പോവാണ്.